കളരിയാമാക്കൽ ചെക്ക് ഡാമിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ നീക്കാൻ നടപടികൾ ആരംഭിക്കുന്നു. മാണി സി കാപ്പൻ MLA നേതൃത്വത്തിൽ വിളിച്ചുകൂട്ടിയ യോഗത്തിലാണ് തീരുമാനമായത്. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ ചെക്ക് ഡാമിലെ മാലിന്യം നീക്കം ചെയ്യുന്നതിനായി തടയണ നീക്കിയതോടെ സമീപ പ്രദേശങ്ങളിൽ കുടിവെള്ളക്ഷാമം അനുഭവപ്പെട്ടത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് MLA അടിയന്തര യോഗം വിളിച്ചു ചേർത്തത്. ഒരു വിഷയം കളരിയാമാക്കൽ പാലം ചെക്ക് ഡാം തുറന്നു വിട്ടതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. നാട്ടുകാർ വന്ന് അവിടെ തടസ്സമുണ്ടാക്കി. അതിന് കാരണം ഈ വെള്ളത്തിൻ്റെ ലെവൽ കുറയുമ്പോൾ അവിടെയുള്ള കിണറുകളിലൊക്കെ വെള്ളം കുറയുന്നു. ഈ വേനലിൻ്റെ സമയത്ത് അത് തുറന്നുവിടാൻ പാടില്ലായിരുന്നു. അവർ പറയുന്നത് ഇത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ്, അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ്, അസിസ്റ്റൻറ്റ് എഞ്ചിനീയറാണ്. അപ്പോൾ ഇവരെ വിളിച്ച് ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾ പരിഹരിച്ചു. അപ്പം നിലവിൽ തുറന്നു വിട്ടത് പോട്ടെ, ഇപ്പോൾ അവിടെയുള്ള ചേറും ചെളി വേസ്റ്റ് അടിഞ്ഞുകൂടിയിരിക്കുന്നു, മാറ്റിക്കളയുക. അത് തിങ്കളാഴ്ച മുതൽ ആ പണി ചെയ്യാമെന്ന് അവർ സമ്മതിച്ചു. ഇവരും അത് അഗ്രി ചെയ്തു. ഇഷ്യൂ തീർന്നു. ഫെബ്രുവരി 2 തിങ്കളാഴ്ച മുതൽ മാലിന്യം നീക്കം ചെയ്യുന്ന നടപടികൾ ആരംഭിക്കുമെന്നും 5 ദിവസത്തിനുള്ളിൽ മാലിന്യ നീക്കം പൂർത്തീകരിക്കാനും തീരുമാനമായി. മാലിന്യം നീക്കം ചെയ്യുന്നതോടെ കുടിവെള്ളക്ഷാമത്തിനും പരിഹാരമാകുമെന്നും വാർഡ് കൗൺസിലർ ടോണി തൈപ്പറമ്പിൽ പറഞ്ഞു. ഈ ചെക്ക് ഡാമിൽ കിടന്ന മാലിന്യങ്ങൾ മാറ്റുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ പ്രദേശത്തെ പ്രശ്നങ്ങൾ. പക്ഷേ ആ പ്രശ്നം പരിഹരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇവർക്ക് കുടിവെള്ളം വേണം. അവരറിയിക്കാത്ത രീതിയിൽ വന്നുകൊണ്ടാണ് അശാസ്ത്രീയമായിട്ട് ഇങ്ങനെ ഒരു പ്രശ്നങ്ങളുണ്ടായത്. അതെല്ലാം പരിഹരിച്ചിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും ഒന്നിച്ചുകൊണ്ട് തിങ്കളാഴ്ച തൊട്ട് മാലിന്യം നീക്കാനുള്ള നീക്കങ്ങൾ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുമുണ്ട്. അപ്പം എല്ലാവരും ഒന്നിച്ച് മുന്നോട്ട് പോകുന്നതാണ്. ജനങ്ങളുടെ പ്രാഥമിക ആവശ്യമായ കുടിവെള്ള പ്രശ്നത്തിൽ പരിഹാരം നേടിത്തന്ന MLAക്ക് നന്ദി പറയുന്നതായി ഭരണങ്ങാനം വാർഡ് മെമ്പർ സിന്ധു പ്രദീപ് പറഞ്ഞു. ഞങ്ങൾക്കൊരു വലിയൊരു പ്രശ്നമായിരുന്നു ഞങ്ങളുടെ കുടിവെള്ളം. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ 2 ആഴ്ചയായിട്ട് ഭയങ്കരമായിട്ട് കഷ്ടപ്പാടിലായിരുന്നു. ഇവിടെ വന്ന് സംസാരിച്ചു. എല്ലാ കാര്യങ്ങൾക്കും നല്ല രീതിയിൽ സമാധാനപരമായിട്ട് ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ പിന്തുണയും നൽകിക്കൊണ്ട് തന്നെ പരിപാടി സോൾവ് ചെയ്തു. ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇടപ്പാടി ഭരണങ്ങാനം പ്രദേശത്തെ കുടിവെള്ള പദ്ധതികൾക്കാണ് ചെക്ക് ഡാമിലെ തടയണ നീക്കം ചെയ്തതോടെ ഭീഷണിയായത്. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മനോജ് KC, പാലാ നഗരസഭ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു വരിക്കാനി, പ്രദേശത്തെ കുടിവെള്ള പദ്ധതി കമ്മിറ്റി മെമ്പർ പുഷ്കരൻ, ബിനീഷ് എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു.